വെള്ളിക്കുളങ്ങര പരിയാരം മേഖലകളിൽ 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ മലയോര മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കെ രാമചന്ദ്രൻ എം.എൽ.എ. നൽകിയ സബ്മിഷനിലാണ് മന്ത്രിയുടെ മറുപടി. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്, കൊച്ചിൻ മലയാളം ലിമിറ്റഡ് കമ്പനികളോട് തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കണമെന്ന് കമ്പനി സീനിയർ ജനറൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ CCFന് ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. MLA സബ്മിഷനിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇതായിരുന്നു. മലയോര മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 7 ജീവനുകൾ പൊലിഞ്ഞു. കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആനയ്ക്ക് പുറമെ കാട്ടുപന്നി, മാൻ, മ്ലാവ് ശല്യവും ഉണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചെങ്കിലും ഇതിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പാലപ്പള്ളി, എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, കള്ളായി, കാരികുളം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നും MLA ആവശ്യമുന്നയിച്ചു. തോട്ടം ഉടമകൾ ട്രഞ്ചിങ്ങിന് അപേക്ഷ വെച്ചിട്ടും അധികൃതർ അനുമതി നൽകിയിട്ടില്ല. കൂടാതെ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കെ രാമചന്ദ്രൻ MLA ചൂണ്ടിക്കാട്ടി. വനം വകുപ്പിന്റെ ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ജനങ്ങൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വന്യജീവി ആക്രമണം ഒരു നിത്യ സംഭവമായി തുടരുകയാണ്. ഇപ്പോൾ തന്നെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പരിയാരം, വെള്ളിക്കുളങ്ങര എന്നീ മേഖലകളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം 17 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വന്യജീവികളുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പല മലയോര ഗ്രാമങ്ങളും അവിടുത്തെ മനുഷ്യരുടെ ജീവനും കൃഷിയും വലിയ ഭീഷണിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കാടുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ പാലപ്പള്ളി, എച്ചിപ്പാറ, ചൊക്കന, കുണ്ടായി, കാരികുളം, ഇഞ്ചക്കുണ്ട്, കള്ളായി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുപന്നികള്, കാട്ടാനക്കൂട്ടങ്ങള്, നേരത്തെ പറഞ്ഞ പോലെയുള്ള മയില്, മ്ലാവ്, മാന്, ഇപ്പോഴാണെങ്കിൽ പുലിയുടെ സാന്നിധ്യവും അവിടെ കണ്ടിരിക്കുകയാണ്.